പ്രവാസിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ഇപ്പോൾ കെ.ജി. സ്വാമി അറസ്റ്റിലായിരിക്കുകയാണല്ലോ. ഈ കെ.ജി. സ്വാമി തട്ടിപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നത് തന്നെ ഈ സ്വർണ്ണ ഖനികളിൽ നിന്ന് നേരിട്ട് സ്വർണം കൈമാറാമെന്ന വ്യാജേനയാണ്. അതുപോലെ തന്നെ ഇയാളുടെ കൈവശമുള്ള സ്വർണ്ണക്കട്ടികൾ കണ്ട് പോലീസ് തന്നെ യഥാർത്ഥത്തിൽ അമ്പരന്നിരിക്കുകയാണ്. കാരണം യഥാർത്ഥ സ്വർണത്തെ വെല്ലുന്ന തരത്തിലുള്ള കട്ടകളാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ? കേരളത്തിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ ധാരാളം തട്ടിപ്പ് പ്രവർത്തികൾ നടന്നിട്ടുണ്ട്. അതിപ്പോൾ എത്രയധികം സാക്ഷരതയുള്ള മലയാളികളാണെന്ന് പറഞ്ഞാലും ഇവർക്കൊരു മായാവിയുടെ മാന്ത്രിക വടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് പണം കൊടുത്ത് വാങ്ങി വെച്ച് തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഈ തട്ടിപ്പിലും പല വിധത്തിലുള്ള അപ്ഡേഷനുകൾ ആവശ്യമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഇതിലൊരു മാറ്റം വരുമ്പോഴേ ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ടൊരു ആത്മീയ വേഷം കെട്ടിയ ഒരു തട്ടിപ്പുകാരനാണ് പത്തനംതിട്ട മാധവമംഗലം സ്വദേശിയായിട്ടുള്ള ഷാജി എന്ന 61 വയസ്സുകാരൻ. ഇയാളെ KGF സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് KGF എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയ വിജയമായൊരു സിനിമയാണ്. അതിലെ പശ്ചാത്തലം KGFിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സ് എന്ന കർണാടകയിലെ പ്രശസ്തമായ ഒരു ഖനിയും ഈ ഖനിയിലെ സ്വർണ്ണ ഖനനവുമൊക്കെയാണ് ആ സിനിമയുടെ ആധാരം. അതുപോലെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഖനനം നടക്കുന്ന സ്വർണ്ണ ഖനികളിൽ നിന്ന് സ്വർണം ഹോൾസെയിൽ വിലയ്ക്ക്, അതായത് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം ഇതിൻ്റെ സാധാരണ വിപണിയിലുള്ള വിലയുടെ പകുതി വിലയിൽ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആൾക്കാരിൽ നിന്ന് പണം തട്ടുന്നതാണ് ഇയാളുടെ രീതി. അതിന് ഇയാൾക്കൊരു വേഷമുണ്ട്, ആത്മീയ വേഷമാണ്. അരയ്ക്കൊപ്പം നീട്ടി വളർത്തിയ മുടി, അതോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടൊരു സന്യാസി ധരിക്കുന്ന വേഷവിധാനങ്ങൾ, ഇതൊക്കെ ധരിച്ച് നടക്കുന്ന ഷാജി ഇതിൽ വീഴേണ്ട ആളുകളെ കണ്ടെത്തുന്നു, ഇവരെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇയാളുടെ കെണിയിൽ വീണയാളാണ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറിയാട് മാടവന സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസി. ഈ പ്രവാസി നാട്ടിലെത്തിയപ്പോൾ അവിചാരിതമായി കണ്ടെത്തിയതാണ് ഈ ഷാജി. കൊടുങ്ങല്ലൂരിൽ വെച്ച് വഴിയരികിൽ കണ്ടുമുട്ടുന്ന ഒരു സ്വാമി. ഇയാൾ പതിയെ ഇയാളുമായിട്ട് അടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദാനം സ്വർണവുമായി ബന്ധപ്പെട്ട വ്യാപാരം ചെയ്യുന്ന ഒരാളാണെന്നാണ്, അല്ലെങ്കിൽ സ്വാമിക്കപ്പുറം ഇയാൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പശ്ചാത്തലമുണ്ടെന്ന് ഇയാളെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഇയാൾ ഈ പ്രവാസിക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്, തനിക്ക് ഈ ഖനികളുമായിട്ട് വലിയ ബന്ധമുണ്ട്, ഈ ഖനികളിൽ നിന്ന് സ്വർണം വാങ്ങുന്ന സേട്ടുമാരിൽ നിന്ന് നിസ്സാര വിലയ്ക്ക്, അതായത് വിപണിയിലുള്ള വിലയുടെ പകുതി വിലയ്ക്ക് സ്വർണം നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിക്കും. അങ്ങനെ ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഈ സ്വർണ്ണ ഖനികളെന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ ചുരുക്കമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ റായ്ചൂരിലൊരു, കർണാടകയിലെ റായ്ചൂരിലെ ഒരു ഖനിയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ ഒരു ഖനിയും മാത്രമാണിപ്പോൾ സജീവമായിട്ട് സ്വർണത്തിൽ അയിര് നേടിയിട്ട് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. ഈ KGF ഒക്കെ പണ്ടേ പൂട്ടിപ്പോയൊരു ഖനിയാണ്. 2001 ശേഷം അവിടെ ഖനനം നടന്നിട്ടില്ല. പല വിധത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഏകദേശം 3 കിലോമീറ്ററിലധികം ഭൂമിക്കടിയിലേക്ക് തുരന്ന് പോയുള്ള അപകടം നിറഞ്ഞ ഒരു ഖനിയാണ് KGF എന്ന് പറയുന്നത്. അപ്പോൾ 2002 ശേഷം അവിടെ അപകട ഭീഷണിയും അതുപോലെ തന്നെ ഈ പരിസ്ഥിതിക്ക് ദോഷകരമായ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ആ ഖനിയുടെ പ്രവർത്തനമൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഖനികളിൽ നിന്ന് ഈ സ്വർണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോയതിന്, ആ തട്ടിപ്പിൽ വിശ്വസിച്ച് പോയ ആളെയും പറയണം. കാരണം നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നറിയാം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസിൽ പരാതിപ്പെടാനും ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് തട്ടിപ്പുകാരനാണെങ്കിലും അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ബിസിനസ് നടക്കുന്ന ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബിസിനസ്സിലെ ചതിക്കുഴികളൊക്കെ അറിയുന്നവരുമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇതിലൊന്നും അറിയാത്ത ഈ ഒരു ഫീൽഡിലേക്ക് പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ ഷാജിയുടെ ഇരയെന്ന് പറയുന്നത്. അങ്ങനെ എത്തിപ്പെട്ട ഈ മനുഷ്യൻ പ്രവാസി മലയാളി. ഈ പ്രവാസി മലയാളിക്ക് ഇയാൾ ഇങ്ങനൊരു ഓഫർ വെക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഏകദേശം 5,50,000 രൂപ ഈ ഷാജിയുടെ അക്കൗണ്ടിലേക്കും അല്ലാതെ ഇയാളുടെ കൈവശവും ഈ പ്രവാസി കൊടുക്കുന്നുണ്ട്. ഏറിയാട് സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്, ഇയാളുടെ പേര് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഈ ഷാജി കയ്യിലേക്ക് പണമെത്തുന്നു. 5,50,000 വന്നു. അതിനിടെ ഇയാൾ പലവട്ടം ഇയാളുടെ സ്വർണം എപ്പോൾ വരും, അല്ലെങ്കിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ കുറവായി വരുന്നു. അവസാനം
ഇയാളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥ വന്നതോടെയാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു തിരിച്ചറിവ് ഇയാൾക്ക് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് പോലെ തന്നെ നിയമവിരുദ്ധമായൊരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ സ്വർണം കൈവശപ്പെടുത്തുന്നത്. ഇത് ഖനികളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കൊരിക്കലും നേരിട്ട് സ്വർണം വാങ്ങാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അത്തരത്തിൽ സ്വർണം സംഘടിപ്പിച്ച് തരാം എന്ന് പറയുന്നൊരു കപടമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അയാളും തെറ്റുകാരൻ തന്നെയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി തൃശ്ശൂർ റൂറൽ എസ് പിക്ക് ഈ പ്രവാസി നൽകുന്നു. അതിനുശേഷം തൃശ്ശൂർ റൂറൽ എസ് പി ആണ് ഇത് കൊടുങ്ങല്ലൂർ DYSPയുടെ അടുത്തേക്ക് കേസ് വിടുന്നത്. അങ്ങനെ സ്ക്വാഡ് തിരിഞ്ഞൊരു അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടക്കുമ്പോൾ ഈ സമാന രീതിയിൽ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ശേഖരിക്കുന്നു. അങ്ങനെ ഇത് എത്തി നിൽക്കുന്നത് ഷാജി എന്ന് പറയുന്ന ഷാജിയാണെന്നറിയാം. ഇയാളുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തൃശ്ശൂരിലുള്ള വാടക വീട്ടിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു. അതിനിടെ തന്നെ ഇയാളുടെ ഭൂതകാലമൊക്കെ പോലീസ് ചികഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ അത് പാവറട്ടിയിൽ മുൻപ് സ്വർണ്ണ ഗണപതി വിഗ്രഹം എന്ന പേരിൽ വ്യാജമായിട്ടൊരു ഗണപതി വിഗ്രഹം നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലൊരു പ്രതിയാണ് ഈ ഷാജി എന്ന് പറയുന്നയാൾ. ഇയാൾ ആ ഒരു കേസ് നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് വാടകയ്ക്ക് താമസിച്ച ഇത്തരത്തിൽ മറ്റൊരു തട്ടിപ്പ് നടത്തുന്നത്. അങ്ങനെ പോലീസ് സംഘം ഇയാളുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് ഈ കൊടുങ്ങല്ലൂരിൽ തന്നെയുള്ളൊരു വാടക വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ വാടക വീട് നിറയെ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങൾ. അതിൽ പലതും ഒറിജിനലിനെ വെല്ലുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഈ കൊടുങ്ങല്ലൂരിൽ കുന്നംകുളത്ത് നിർമ്മിക്കുന്ന സാധനങ്ങളൊക്കെ വലിയ, അതായത് അവിടെ സാധാരണ ഒറിജിനൽ ഉൽപ്പന്നങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുങ്ങല്ലൂർ കുന്നംകുളം മാർക്കറ്റിൽ കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ പല വിധത്തിൽ പല അളവുകളിലും പല തൂക്കങ്ങളിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഇയാൾ അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെ ഞെട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കട്ടിയാണ്. കാരണം ഈ 1 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു സ്വർണ്ണക്കട്ടി, ഇത് ആദ്യഘട്ടത്തിൽ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് അതൊരു ഇരുമ്പ് പാളി മുറിച്ചെടുത്ത് അതിന് മുകളിൽ സ്വർണം പൂശി അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കട്ടികളുടെ മുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഇതിൻ്റെ അളവും ഇതെവിടെ നിന്ന് വാങ്ങി എന്നതൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച് ഒറിജിനലിനെ വെല്ലുന്ന ഒരു സ്വർണ്ണക്കട്ടിയാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. അതും മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ഇതും വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കേസ് അന്വേഷണം ഇവിടം കൊണ്ട് തീരില്ല. കാരണം ഈ സ്വർണ്ണക്കട്ടി തട്ടിപ്പിനാണെങ്കിലും ഇത്തരത്തിലൊരു സ്വർണ്ണക്കട്ടി ഇരുമ്പിൻ്റെ പുറത്ത് സ്വർണം പൂശിക്കൊടുത്ത ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാനമായ തട്ടിപ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം ഇത്തരത്തിൽ അനർഹമായിട്ട് ഒരു ബിസിനസ് നിയമവിരുദ്ധമായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഇയാൾ മുൻപ് തട്ടിപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പരാതിപ്പെടാൻ പകുതിയോളം ആളുകളും തയ്യാറാകില്ല. കാരണം നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് തങ്ങൾ ചെയ്തു വെച്ചത്. അപ്പോൾ ആ പോയ പൈസ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കുക മാത്രമേ ഇവർക്ക് തരമുള്ളൂ. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോയാൽ നിങ്ങൾ എന്തിനാണ് നിയമവിരുദ്ധമായിട്ട് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇത്രയധികം കൂടിയ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ED അടക്കമുള്ള സാമ്പത്തിക അന്വേഷണ ഏജൻസികളും പിടിമുറുക്കുമ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് അല്പം പണം പോയിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ എന്ന് വയ്ക്കുക മാത്രമാണ് ഇവരുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഈ തട്ടിപ്പുകാരെയും സഹായിക്കുന്നുണ്ട്. കാരണം ഷാജി തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടത് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നാൽ അത് പോലീസിൽ പരാതിപ്പെടില്ല എന്നൊരു ബോധ്യം കൂടി ഇയാൾക്കുണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇയാൾ സമാനമായ രീതിയിൽ എവിടെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ട് വരും. ശരി.